ഇവിടുന്ന് എത്ര 3 കിലോമീറ്ററോ? ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അപ്പം അങ്ങോട്ട്? അത്രേ ഉള്ളൂ അല്ലേ? ചുമയൊക്കെ പിടിച്ചോ? ഇങ്ങോട്ടാ ഇതാണ്. അങ്ങനെ നമ്മൾ മോഹൻലാലിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ മോഹൻലാലിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വന്നിരിക്കുന്ന കട്ടപ്പനയിൽ നിന്ന്, ഞാൻ ഈവൻ തമിഴ്നാട്ടിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഒരു ദിവസം ഒന്നും പറയാനാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എന്താ പറയുന്നത് കിടന്നുറങ്ങിയിട്ടാണ് ഞങ്ങൾ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഒന്നും പറയണ്ട, കുറച്ച് അലഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്രയും വഴിയൊന്നും പരിചയമില്ലായിരുന്നു. ഇവിടെ കുറച്ച് വണ്ടി മാറിക്കറിയെങ്കിലും നമ്മൾ പറയടാ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എങ്ങനെ പറഞ്ഞാലും എന്താ വാക്കുകളിൽ അത് പറയാൻ എന്താ പറയുന്നത് സാധിക്കുന്നില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇവിടെ വരുമെന്നൊന്നും. അപ്പോൾ ലാലേട്ടൻ്റെ വീട്ടിൽ അടുത്തായിരുന്നു. എൻ്റെ പുറകെ കാണുന്ന ഗേറ്റൊക്കെ ലാലേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എന്നുവെച്ചാൽ പുറത്തോടെയുള്ള ഭാഗ്യമുണ്ട് ലാലേട്ടൻ ഒന്ന് കാണുവാണെങ്കിൽ അടിപൊളി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീട്ടിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മോഹൻലാലിൻ്റെ വീടിൻ്റെ എന്താ പറയുന്നത് ആ ഒരു ഗേറ്റിൽ കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നമ്മൾ 1-2 ചേട്ടന്മാരൊക്കെ വണ്ടി കിടപ്പുണ്ട്. അടിപൊളിയാണ്, രക്ഷയില്ല. സൂപ്പർ എന്താ പറയുന്നത് ഡാറൊരു വീടാണ്. ഇവിടെ എന്താ തെങ്ങും എന്താ പറയുന്നത് അത്യാവശ്യം എല്ലാം ഫലവൃക്ഷ സാധനങ്ങളൊക്കെയാണ് ഇവിടെ മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മോഹൻലാലിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ആണ് ഉണ്ടല്ലേ? ചേട്ടൻ്റെ പേരെന്നാ? ചേട്ടനാണ് ഈ ബിൽഡിംഗ് അല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ വളരെ സഹായിച്ചിരിക്കുകയാണ് ഈ ചേട്ടനെ. കാരണം വെച്ചാൽ ചേട്ടൻ്റെ വീടിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് അത്യാവശ്യം എന്താ പറയുക വീഡിയോ എടുത്തോളാനാണ് സമ്മതിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം മോഹൻലാലിൻ്റെ ആ ഭാഗമൊക്കെ അത്യാവശ്യം കിട്ടുന്നതായിരിക്കും. ഏറ്റവും മുകളിൽ പോകണം. ഇപ്പുറത്ത് ചിലപ്പോൾ ഇവിടെ നോക്കിയോ അല്ലെങ്കിൽ ഇത് തുറന്നിട്ടേക്ക് ഇവിടെ എന്റെ പണിയാറുണ്ട്. ഞാൻ ഇവിടെ താഴെ ഈ സ്റ്റെപ്പ് കയറി അങ്ങ് പോകും. അപ്പോൾ വളരെ ഉപകാരം ചേട്ടാ. ഓക്കെ, മോഹൻലാൽ ഇപ്പൊ എവിടെയാ? പുറത്ത് ഊട്ടിയിലാണോ? ബോംബെയിലാണ്. മറ്റേ ഷൂട്ടിങ്ങിന്റെ അല്ലേ? ഷൂട്ടിംഗ് ആണോ? മറ്റേ എമ്പുരാനാണോ? കഴിഞ്ഞു തോന്നുന്നു അല്ലേ? ആ മറ്റേ മമ്മൂട്ടി മോഹൻലാലും. ആ ശരിയാ അതല്ലേ? ഇവിടെ അമ്മ മാത്രമേ അല്ലേ? അമ്മയും പിന്നെ ഇതെല്ലാം നോക്കി നടത്തുന്ന ആൾക്കാരല്ലേ? ആ വല്ലപ്പോഴേ വരുള്ളൂ മോഹൻലാൽ ഇങ്ങോട്ട് കണ്ടിട്ട് പോകുള്ളൂ അല്ലേ? ഇവിടെ ഇവിടെ പോവുള്ളൂ. ആ കറക്റ്റ് അല്ലേ? മറ്റേ ഇതിട്ടായിരുന്നു അല്ലേ? ഒരു കൊച്ച് ഞങ്ങൾ അതെ ഇരിക്കാരനാ കൊച്ച്. ഇപ്പൊ എറണാകുളത്തെ സെറ്റ് ഞങ്ങളുടെ നെടുങ്കണ്ടംകാരനായിരുന്നു കൊച്ച്. വിളിച്ചു പാട്ട് പാടി ഞങ്ങൾ കണ്ടായിരുന്നു യൂട്യൂബ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞാലും നമുക്ക് ഇവിടെ വന്ന് മുതലായിരിക്കണം. നമ്മൾ തൊട്ടടുത്ത ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ ബിൽഡിങ്ങിൽ കയറിയിട്ട് ഇത് ഫുള്ള് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷം. ചേട്ടൻ്റെ എല്ലാം ഒരു ആത്മാർത്ഥ നന്ദിയും പറയുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റും. മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ മോഹൻലാലിൻ്റെ വീട് കാണാൻ പറ്റിയ ഒരു എന്താ പറയുന്നത് ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നാൽ അത്യാവശ്യം കാണാൻ പറ്റും. പിന്നെ ആൾ വരുവാണെങ്കിൽ നമുക്ക് അകത്ത് എടുക്കാമെന്നാണ് പറഞ്ഞത്, അറിയത്തില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അകത്തെ കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അതാണ് മോഹൻലാലിൻ്റെ ആ വീട് കണ്ടോ? ഒട്ടിവിടും, ഒരു രക്ഷയില്ല. നമുക്ക് ഇത്ര മണ്ടേന്ന് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഗേറ്റും ഇതാണ് അടിപൊളി, ഒരു രക്ഷയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള വ്യൂ കാണാൻ പറ്റും, അടിപൊളി. നമ്മൾ പ്രതീക്ഷിച്ചില്ല അതായത് ഇത്രയൊക്കെ കാണാൻ പറ്റുമെന്നല്ലേ? അതൊക്കെ ഉണ്ടോ? ഒരു മാവൊക്കെ പൂത്ത് കിടക്കുന്നു അല്ലേ? ആ മോഹൻലാൽ ഇടയ്ക്ക് അമ്മയെ കാണാനൊക്കെയാണ് മെയിനായിട്ട് ഇവിടെയൊക്കെ വരുന്നത്. അല്ലാതെ മോഹൻലാലിനും കുറച്ച് മറ്റ് വീടുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ആയിട്ടാണ് കൂടുതലും താമസമുള്ള. എന്താ പറയുന്നത് അടിപൊളി. നോക്കി തെങ്ങ് അല്ലേ? തെങ്ങും
അവിടെ മുഴുവൻ പച്ചപ്പാണ്, അതേ പുല്ലൊക്കെ നട്ട് വളർത്തി. ഇതാണ് ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. അപ്പം ഞങ്ങളുടെ പുറകെ കാണുന്നതാണ് ലാലേട്ടൻ്റെ വീടാണ്. അതിൽ അങ്ങോട്ട് പോകുന്നത് ആൽബം. ഇതാണ് ലാലേട്ടൻ്റെ വീടിൻ്റെ മിറ്റമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇതാണ് ലാലേട്ടൻ്റെ വീട്. ഓഹോ, രക്ഷയില്ല കേട്ടോ, അടിപൊളി. നല്ല എന്താ പറയുന്നത്, സൂപ്പർ. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന്. അടിപൊളി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമൻറ്റൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോഴാണ് നമുക്ക് ലാലേട്ടൻ്റെ പിന്നെ അകത്തെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ അകത്ത് നിന്നുള്ള ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ ആകുവാണെങ്കിൽ സന്തോഷം. മോഹൻലാലിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഗേറ്റാണ്. അതെ, അപ്പോൾ ഇതാണ് മോഹൻലാലിൻ്റെ നമ്മുടെ ലാലേട്ടൻ്റെ പ്രിയപ്പെട്ട വീട്ടിലെ ഗേറ്റ്. ഇതാണ് ആ പേര്, ശ്രീ ഗണേഷ്. വാ, അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് ശ്രീ ഗണേഷ്. നമുക്ക് പൊക്കി നോക്കാം, എല്ലാം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ വീട്. നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല, കാരണം നമ്മുടെ ഗേറ്റിൻ്റെ മുകളിൽ ഇപ്പോഴോ കാണാൻ പറ്റുന്ന ഇതാണ് ഇവിടെ എന്താ പറയുക, വേറൊരു ചെറിയൊരു ഗേറ്റ് കൂടെ ഉണ്ട്. നമ്മൾ ഇതാണ് ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ വീട്. വാ, അങ്ങനെ നമ്മൾ മോഹൻലാലിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രാജീവ് നഗർ എന്നാണ് ഇങ്ങോട്ടുള്ള വഴിയുടെ പേര്, സ്ഥലത്തിൻ്റെ പേരല്ലേ, സ്ഥലത്തിൻ്റെ പേര്. അവിടുന്ന് ഇവിടുന്ന് ഇതാണ് ലാലേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. 500 മീറ്റർ ഒന്നുമില്ല, ഇവിടുന്ന് ഒരു 150 മീറ്റർ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ വേറെ ഒന്നും പറയാനുള്ള, നമ്മുടെ ഈ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.